എടാ ഹെലികോപ്റ്ററാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണാണ്ട് എവറസ്റ്റ്. ഇങ്ങോട്ടാണോ വന്ന നിഴലോക്കി നിഴല്. എന്റെ പോലെ ഫുൾ പൊടി. ആ നേരെ മുമ്പില് ഇത് കണ്ട, ആ മേഘത്തിന്റെ പുറകില് എവറസ്റ്റ് ഉണ്ട്. സൗണ്ട് കേട്ടാ, ഹിമാലയത്തിലെ കാക്ക. ഇത് വെള്ളം ചൂടാക്കണേണ് വെയിലത്ത് വെച്ചിട്ട്, അതിനുള്ളൊരു സംവിധാനം. ഇന്നലെ നമ്മള് തിമ്പൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി. തിമ്പൂച്ച മൊണാസ്ട്രി തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അവിടെ ഞങ്ങൾക്ക് പോവാം. രാവിലെ എണീറ്റപ്പോൾ ഉള്ള കാഴ്ച കാണിച്ചു തരണ്ടേ, റൂമിൽ നിന്നുള്ള കാഴ്ച കണ്ട. അങ്ങോട്ട് നോക്കിക്കോ, എന്ത് സീനോ നോക്കി. സൂര്യനെ കുതിച്ച് വന്നിട്ടുണ്ട്. ആ കാണാണ് നമ്മുടെ എവറസ്റ്റ്. തൊട്ടിപ്പുറത്ത് ലോഡ്സെ എന്ന് പറഞ്ഞിട്ടുള്ള പർവ്വതമുണ്ട്. ഇത് അമാഡബിളം, ഇത് തിമ്പൂച്ച എന്ന് പറഞ്ഞ പർവ്വതം കണ്ട. രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മുടെ റൂമിൽ നിന്നുള്ള കാഴ്ചയാണ്. എവറസ്റ്റിന്റെ കാഴ്ച കണ്ടുകൊണ്ടാണ് നമ്മൾ എണീറ്റ് വരുന്നത് കണ്ട. സമയം ഇപ്പോൾ 6:30 കേട്ടാ. 7 മണിയാകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്കൊരു 7:00 കൂടി തിമ്പൂച്ച എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകും. ദിമ്പൂച്ച, ഇപ്പം എല്ലാ പേര് കോമഡിയാണ്. ദിമ്പൂച്ച, ഇത് ടെമ്പൂച്ച, അങ്ങനെ അങ്ങനെയല്ലേ, തമ്പൂച്ച. തെമ്പോച്ച എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത്. ഇന്നലെ നമ്മൾ എത്തിയത്. ഇന്ന് പോണത് ദിമ്പൂച്ച എന്ന സ്ഥലത്തോട്ട്, മറ്റന്ന ലിംബൂച്ച. മൊത്തത്തിൽ കോമഡിയാണ്. എന്തെങ്കിലും ആക്കട്ടെ, അങ്ങനെ ഇവിടുത്തെ പേരുകളൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഈ ഒരു യാത്ര, എവറസ്റ്റ് കാണാൻ വേണ്ടി പോകുന്ന ഈ ഒരു യാത്ര സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇംഗ്ലീഷ് കഫേയാണ്. ഇംഗ്ലീഷ് കഫേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വീട്ടിലിരുന്നുകൊണ്ട് ലോകത്ത് എവിടെയായിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഇംഗ്ലീഷ് പഠിക്കാം വാട്സാപ്പ് വഴി. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമാണ്. അപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള എല്ലാവരും ജോയിൻ ചെയ്യുക. താഴത്ത് ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇംഗ്ലീഷ് കഫേ. കണ്ട, രാവിലെ എണീക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇത്. എപ്പോൾ നോക്കിയാലും അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു പുക പോണ പോലെ, ഒരു വിൻഡ് ഇങ്ങനെ പോണ പോലെ കാണാൻ കണ്ട. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ആൾക്കാരുണ്ടോ എന്നറിയില്ല. സാധാരണ ഈ ഒരു 6 മണി നേരത്തൊക്കെ അതിൻ്റെ മുകളിൽ എത്തുന്ന രീതിയിലാണ് നമ്മുടെ എക്സ്പ്ലോറേഷൻ ടീമുകൾ കയറുന്നത്. ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ആൾക്കാരെ കാണുമായിരിക്കും. വേറൊരു കാര്യം കേട്ടാ, ഒരുപാട് ഡെഡ് ബോഡീസ് കിടക്കുന്ന സ്ഥലമാണ് ആ കാണുന്ന നമ്മുടെ എവറസ്റ്റ് എന്ന് പറയുന്നത്. പണ്ട് മുതലേ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ കയറാൻ ശ്രമിച്ച് പരാജയപ്പെട്ടു പോയ, അല്ലെങ്കിൽ കയറിയിട്ട് തിരിച്ചിറങ്ങുമ്പോൾ ഓക്സിജൻ കിട്ടാണ്ട് മരിച്ചു പോയ, അല്ലെങ്കിൽ തണുപ്പ് കാരണം മരിച്ചു പോയ ആളുകളുടെ ഡെഡ് ബോഡീസ് അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാടെണ്ണം. അതായത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയ ആൾക്കാരുടെ ഇപ്പോഴും കിടപ്പുണ്ട്. അതിൻ്റെ മേളിൽ കിടിലൻ തണുപ്പല്ലേ, അപ്പോൾ ഫ്രീസായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളവരുടെ വരെയുണ്ട് അവിടെ. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, എവറസ്റ്റ് കയറാൻ പോകുന്ന ആളുകൾ അടയാളം വെച്ചിട്ടുണ്ടാവും ഏത് വഴിയാണ് പോണേന്ന്. ആ അടയാളം ഓരോ ഡെഡ് ബോഡീസ് ആണെന്ന് കേട്ടിട്ടില്ലേ. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അതിന് മേലെ ഓക്സിജൻ ഒന്നും ഉണ്ടാവും. 30% ഓക്സിജൻ അങ്ങോട്ടേ ഉള്ളൂ. ഓക്സിജൻ സിലിണ്ടർ ഇല്ലാണ്ട് തന്നെ മുകളിൽ പോകാൻ പറ്റില്ല. നമ്മൾ ഇന്നലെ താമസിച്ച ഹോട്ടലാണ്ട് ഇത്. ഇവിടെയായിരുന്നു താമസിച്ചത്. ഇത് നോക്കി, ബാക്ക്ഗ്രൗണ്ട് നോക്കി, അടിപൊളിയല്ലേ. അവിടെ ഏറെ കിടിലൻ മലയൊക്കെ, മഞ്ഞ മലകൾ. ഇതുണ്ടാ, ഇതാണ് മൊണാസ്ട്രി ഏട്ടാ. ഈ ഒരു മൊണാസ്ട്രി ഉണ്ടല്ലോ 1923 നിർമ്മിച്ചത്. 1934 ഒരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് നശിച്ചു പോയി. പിന്നീട് അത് വീണ്ടും ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. പക്ഷേ 1989 ഒരു തീപിടുത്തം വന്നപ്പോൾ വീണ്ടും നശിച്ചു പോയി. പിന്നെ കുറേ സന്നദ്ധ പ്രവർത്തകരും പിന്നെ വിദേശത്തു നിന്നുള്ള കുറേ സഹായമൊക്കെ കിട്ടി ഇപ്പം കാണുന്ന രീതിയിൽ പുതുക്കി പണിതു. എടാ ഹെലികോപ്റ്ററാണ്. ഹായ്, ഓഹോ, അതുള്ളല്ലേ. എന്തോ സാധനം പൊക്കിക്കൊണ്ടാണല്ലോ പോണ. ആ ബാക്ക്ഗ്രൗണ്ടിൽ കാണാണ്ട് എവറസ്റ്റ്. ഇങ്ങോട്ടാണോ വന്ന? നിഴലോക്കി നിഴല്. എന്റെ പോലെ ഫുൾ പൊടി.
ഇതാണ് നമ്മൾ താമസിച്ച ഹോട്ടൽ. ഇതുണ്ട്, എങ്ങനെയുണ്ട്, കിടിലം വ്യൂ അല്ലേ. ബാക്ക്ഗ്രൗണ്ടും അടിപൊളിയാണ്, മഞ്ഞുമലയുടെ മേളം. നേരെ അങ്ങോട്ട് നോക്കുമ്പോൾ എവറസ്റ്റിൻ്റെ വ്യൂ ആണ്. നമ്മുടെ റൂമിൽ നോക്കുമ്പോൾ എവറസ്റ്റ് വ്യൂ ഉണ്ട്. തൊട്ടിപ്പുറത്ത് നമ്മുടെ മൊണാസ്ട്രി. നല്ലൊരു പ്ലേസാണ്, നല്ലൊരു പീസ്ഫുൾ സ്ഥലമുണ്ട്. ഞാനപ്പോൾ എവറസ്റ്റിൻ്റെ കാഴ്ചയും കണ്ടുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ ഇന്നലെ കഴിച്ച സെയിം സാധനം, ഓട്സും പിന്നെ കുറച്ച് കശുവണ്ടി പിന്നെ ബദാം അങ്ങനത്തെ സാധനം ഇട്ടിട്ടുണ്ട്. ജിഞ്ചർ ടീ ഉണ്ട്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ ട്രക്കിങ് ആരംഭിക്കുകയാണ്. ഇതൊക്കെ കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ, നല്ല രസമാണ്. കുറേ ആക്കുകൾ. നമ്മളിതേ അങ്ങോട്ട് പോവാണ്. അതാണ് നമ്മുടെ എവറസ്റ്റ്. ഞാൻ കുറച്ച് സൺസ്ക്രീൻ വാരി തേച്ചിട്ടുണ്ട്, പക്ഷേ ഇത്തിരി ഓവറാ. അത് അതിൻ്റെ കമ്പനിക്കാർ കുറച്ച് വിട്ടായപ്പോൾ അത് വലിയ ഹോളാണ്, നിൽക്കുമ്പോൾ തന്നെ കുറേ വരും. അപ്പോൾ തേച്ച് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇത് കുറച്ച് ഓവറാണ്, ഇത്ര എൻ്റെ ആവശ്യമില്ല. പിന്നെ നല്ല വെയിലുണ്ട്, അവിടെ കിടക്കട്ടെ, വൈകുന്നേരം വരെ കിടന്നോട്ടെ. നമ്മൾ നേരത്തെ ഹെലികോപ്റ്റർ വന്ന് കണ്ടില്ലേ, അത് ഈ കിടക്കണ സാധനം ഉറക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കേബിൾ കിടക്കണ്ട, ഇവിടെയാണ് ഹെലികോപ്റ്റർ ഇറങ്ങിയില്ല, അത് ജസ്റ്റ് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. എൻ്റെ അമ്മ, ഈ കേബിൾ ഇറക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് പോകേണ്ടത് ആ കാണുന്ന മല കണ്ട, അത് കയറിയിട്ട് ഇറങ്ങണം. അത് അപ്പുറത്തുള്ള അമാഡബ്ലം എന്ന് പറഞ്ഞിട്ടുള്ള മലയാണ്. അതിന് തൊട്ടിപ്പുറത്തുള്ള മല കയറി ഇറങ്ങണം നമ്മൾ. താഴത്തു കൂടി പോകണം. അത് ഇങ്ങനത്തെ ചെറിയൊരു മരങ്ങളുടെ ഇടയിൽ കൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ കാണാട്ടോ കയറ്റം. ഇന്നലെ ഉണ്ടല്ല, നമ്മൾ 10 കിലോമീറ്ററാണ് ട്രക്ക് ചെയ്ത് മല കയറി വന്നത്. അത് 3 മല. വേറൊരു കാര്യം ഉള്ളത്, നമ്മൾ ഏകദേശം 25 ഡിഗ്രി ചെരുവിലാണ് നമ്മൾ ട്രക്ക് ചെയ്ത് കയറി. 25 ഡിഗ്രി ചെരുവിൽ, അതായത് പുറകോട്ട് ഇങ്ങനെ നോക്കിയാൽ ഒക്കെയാണ്. അങ്ങനത്തെ സ്ഥലത്ത് കൂടിയാണ് നമ്മൾ ഇന്നലെ വന്നത്. ഇന്നത്തെ ദൂരം എന്ന് പറയുന്നത് ദിംബൂച്ചെ വരെ, അതായത് ഇത് തൊബോച്ചെ, ഇനി പോണത് ദിംബൂച്ചെ. അപ്പോൾ ഇന്നത്തെ ദൂരം 12 കിലോമീറ്ററാണ്. ഹായ് കുതിര. ഇന്നത്തെ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ പോലെ തന്നെ ഉണ്ടോ, നല്ല പൊടിയായിരിക്കും. അപ്പോൾ മാസ്ക് ഒരെണ്ണം കയ്യിലെടുത്തിട്ടുണ്ട്. മാസ്ക് വെക്കണമായിരിക്കും നല്ലത്. പക്ഷെ മാസ്ക് വെച്ച് ട്രക്ക് ചെയ്യുകയെന്ന് പറഞ്ഞാൽ അതും ഒരു ഡിഫിക്കൽട്ടാണ്. ഒന്നാമത് ശ്വസിക്കാൻ പറ്റണല്ലോ, അവനിടക്ക് മാസ്ക്. നമ്മുടെ എബിൻ ചേട്ടൻ നൈസായിട്ട് നമ്പർ 2 കാട്ടിലോട്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് കക്കോസ് പോകാൻ തോന്നുകയാണെങ്കിൽ ഒന്നും നോക്കണ്ട, അതെ അങ്ങോട്ട് മലയിലോട്ട് അങ്ങ് കയറിയാൽ മതി. ഇവിടെ ഒന്നും ഒരു മനുഷ്യനുമില്ല. എന്തായാലും ടിഷ്യൂ പേപ്പറിൻ്റെ കളിയാണ്. അപ്പോൾ പിന്നെ എവിടെ ഇരുന്നാലും ഇപ്പോൾ എന്താ പ്രശ്നം. ഇതാവുമ്പോൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ പയ്യെ രസമല്ലേ, അത് വേറൊരു എക്സ്പീരിയൻസ്. അങ്ങോട്ട് പോവാം പക്ഷേ ഇതുപോലെ ഉണ്ടല്ലോ, പശു നമ്മുടെ നേരക്ക് വല്ലതും വന്നതാണെങ്കിൽ അത് പേടിക്കണ്ട. അത് ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. ഇപ്പോൾ പ്രത്യേകിച്ച് ആ ഒരു സൈഡിൽ പോയി നിൽക്കരുത്. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞാണ്. വഴി എങ്ങനെയുണ്ട്, നല്ല രസമില്ലേ കാണാനായിട്ട്. കുറേ മരങ്ങളൊക്കെ വന്ന് ഇങ്ങനെ നിന്നിട്ട് നല്ല തണല്. പക്ഷേ തണലെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലാണ് സുഖം. ഇവിടെ തണലെന്ന് പറഞ്ഞാൽ പാടാ. തണലത്ത് തണുപ്പ് കൂടുതലായിരിക്കും, വെയിലുള്ളിടത്തായിരിക്കും തണുപ്പ് കുറവ്. നടന്ന് നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എത്തുന്നുണ്ട്. ഇതൊക്കെ ഹോട്ടലാണ് കേട്ടോ, അല്ല ഹോം ഹിമാലയൻ കൾച്ചർ ഹോട്ടലാണ്. ഇത് ഹോട്ടലാണ്, ആ കാണുന്നത് ഹോട്ടലാണ്. ഇവിടെ ശരിക്കും ഹോട്ടലിനൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ് കേട്ടോ. 250, 500 അത്രേ ഉള്ളൂ. പക്ഷേ നമ്മുടെ മെയിൻ എക്സ്പെൻസ് നമ്മുടെ കയ്യിൽ നിന്ന് പോണത് എന്താണെന്ന് അറിയാമോ, ഫുഡിന് നിങ്ങൾ 500ഉം 700ഉം അത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത് ഒരു നേരത്തെ ഭക്ഷണത്തിന്. ഇവരുടെ പരിപാടി അതാണെന്ന് തോന്നുന്നു, റൂം റെൻറ്റ് മാക്സിമം കുറച്ചിട്ട് ഭക്ഷണത്തിലാണ് മൊത്തം പരിപാടി എന്ന് എനിക്ക് തോന്നാം. അപ്പോൾ ഭക്ഷണത്തിൽ നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ എപ്പിസോഡുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ 500, 700 അങ്ങനെ ഭയങ്കര എമൗണ്ടാണ്. കാക്കനെ കണ്ട സൗണ്ട് കേട്ടാ, ഹിമാലയത്തിലെ കാക്ക. എടാ പട്ടി വേണമെങ്കിൽ ഹിമാലയൻ പട്ടി. ഇവിടുത്തെ പട്ടികളൊക്കെ നല്ല ഭംഗിയുണ്ട, കുറേ രോമൊക്കെ ഉണ്ട്.
കാക്ക കണ്ട, ഇവിടെ വന്നിട്ട് കാക്കനെയൊക്കെ കാണാം. ഇവിടെയും കാക്കകളുണ്ടല്ലേ. എൻ്റെ മുമ്പിൽ കൂടി ഇങ്ങനെ നടക്കേണ്ടത് കണ്ട, നമ്മുടെ നാട്ടിലെ വെലിക്കാക്ക എന്നൊക്കെ പറയണ പോലെ അതേപോലത്തെ കാക്ക, നല്ല കട്ടക്കറുപ്പ്. ഇവിടെ ഇങ്ങനെ ഒരു പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിന് വേറെ വല്ല സൂചിപ്പിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് കണ്ട, രണ്ട് വഴിയാക്കിയൊക്കെ തോന്നുന്നു. അപ്പുറത്ത് കൂടി നടക്കാം, ഇപ്പുറത്ത് കൂടി നടക്കാം. അതാണ് ഉദ്ദേശം എന്നറിയില്ല. എല്ലാം ഇതുപോലെ ചെറിയ പാളികളാണ് കണ്ട, പാളികളായിട്ടുള്ള പാറകൾ വെച്ചിട്ട് ചെയ്തേക്കാണ്. ചെറിയ കാട്ടുവഴിയാണ് ഇത് കണ്ട, കാണാനൊക്കെ നല്ല രസമുണ്ട്. സമയം ഒരു 8:30 ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് ദൂരം പോകാനുണ്ട്. നമ്മൾ വൈകുന്നേരം എന്തായാലും എത്തുള്ളൂ. ഇവിടെ ഒരു കിടില സീനുണ്ട് കേട്ടാ, ഇടിഞ്ഞു പോയേക്കണാണ്. അതിൻ്റെ മേളിൽ കൂടിയാണ് നമ്മൾ നടക്കണം. ഇത് കണ്ട, എൻ്റെ അമ്മ, ഇവിടെ കൊണ്ട് കാല് വെച്ച് അങ്ങനെ ഇരിക്കും. ഇത് കണ്ട, ഇടിഞ്ഞങ്ങ് ആ നദിയിലോട്ട് പോയേക്കണം. അവിടെ നദി ഒഴുകുന്നുണ്ട്. പേടിയാണ് ഈ സൈഡിൽ കിടക്കാൻ, മാറി കിടക്കാം. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ കണ്ട പോലെ ആ പാറകൾ വെച്ചിട്ടുണ്ട്. ഇതുണ്ട്, പക്ഷെ ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതെന്തോ സംഭവമാണ്, ഇത് വേറെ എന്തോ ലാംഗ്വേജ് ആണല്ലോ. ഇത് നമുക്ക് മിക്മ വരട്ടെ, മിക്മയോട് ചോദിക്കാം എന്താ സംഭവം എന്നറിയില്ല. ഇവിടെ ഓരോ കല്ലിലും ഉണ്ടോ ഓരോന്ന് കൊത്തി വെച്ചിട്ടുണ്ട്. വേറെ എന്തോ ലാംഗ്വേജ് ആണ്. അങ്ങനെ ഓരോ കല്ലിലും കൊത്തിയിട്ടുണ്ട്. ഇതെന്തോ ഒരു പ്രധാന സംഭവമാണ്. നമുക്ക് ചോദിച്ചു നോക്കിയിട്ട് ഞാൻ പറയാട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. നമ്മുടെ ഇന്ത്യൻ ടീം തൊട്ട് മുമ്പേ പോയിട്ടുണ്ട്. അവർ ഏകദേശം നമ്മൾ പോകുന്ന അതേ രീതിയിൽ തന്നെ ഓരോ ദിവസം നമ്മൾ നിൽക്കുന്ന പോലെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ സ്റ്റേ ചെയ്തിട്ടാണ് പോകണേട്ടാ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും കാണുന്നുണ്ട്. നമുക്കപ്പോൾ അങ്ങനെ കുറച്ച് സ്ട്രെയിറ്റ് റോഡ് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ സ്ട്രെയിറ്റ് റോഡ് കിട്ടുമ്പോൾ കുറച്ച് സ്പീഡിൽ നടക്കാം. കയറ്റം വരുമ്പോൾ സ്ലോ ആവുമല്ലോ. അപ്പോൾ നമ്മളിത് വേറൊരു ബ്രിഡ്ജിലോട്ട് കയറിയൊക്കെ ഉണ്ടാ. ഇതിങ്ങനെ ആടുമ്പോൾ ശരിക്കും ചെറുതായിട്ട് പേടിയാവട്ടാ. അടിപൊളി ഹാങ്ങിങ് ബ്രിഡ്ജാണ്, സസ്പെൻഷൻ ബ്രിഡ്ജാണ്. അയ്യോ, ഞാനിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതിൽ കൂടി പോകുന്ന തന്നെ ഒരു എക്സ്പീരിയൻസാ. എൻ്റെ അമ്മ എന്നാ വ്യൂവാ. ഓ അടിപൊളി. അമാഡബിളം നിൽക്കണണ്ട, അമാഡബിളം എന്നാണ് ആ ഒരു പർവ്വതത്തിൻ്റെ പേര്. കിട്ടിലും വ്യൂ. ഇങ്ങോട്ട് വലിയ വ്യൂ ഒന്നുമില്ല, ഇങ്ങോട്ട് വലിയൊരു മല മാത്രമേ ഉള്ളൂ. ഇവരിവിടെ കെട്ടിയിട്ട് പോകുന്നുണ്ട്. ദേ കണ്ട, ആ സാറ് നമ്മുടെ ഇന്ത്യൻ ടീമിലുള്ളതാണ്. ഇവിടെ എവറസ്റ്റ് കയറാൻ പോകുന്നവരെല്ലാവരും ഇവിടെ ഇങ്ങനെ പ്രയർ ഫ്ലാഗ് കെട്ടിയിട്ട് പോകുന്നുണ്ട്. കണ്ട, പുള്ളിക്കാരൻ ഇപ്പോൾ കെട്ടിയതാണിത്. വ്യൂ പൊളിയാണ്ട. ഇതേടാ നമ്മുടെ തലയുടെ മേളിൽ കൂടി ഹെലികോപ്റ്റർ പോണേ. നമ്മളിങ്ങനെ നടക്കുമ്പോണ്ടല്ലോ പുറകെ കൂടി ആ അറ്റത്ത് കൂടി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഈ പാലം കിടന്നിങ്ങനെ ആടുക. അപ്പോൾ നടുക്ക് നിൽക്കുമ്പോൾ നമ്മളിങ്ങനെ ചാടിക്കളിക്കും. ചെറിയൊരു പേടിയാവും. നൈസ് കയറ്റമുണ്ട്. ഈ കാണുന്ന മല മൊത്തം കയറി തീർക്കാണ്ട് കയറി ഇറങ്ങണമെന്ന് പറഞ്ഞ മുമ്പിൽ ആ മാണ്ടപ്പളം ഉണ്ട്. ഇത് കൃഷ്ണ നദി ഒഴുകുന്നുണ്ട്. അതേ പിഞ്ചേട്ടം വരുന്നുണ്ട്. അവിടെ മൊത്തം ഫോഗ്. ഹായ് അടിപൊളി. ഇതിപ്പോൾ ഒന്നാണല്ലോ ആ മാണ്ടപ്പളം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലും പറഞ്ഞതാണ്, നമ്മൾ വന്നപ്പോഴും കണ്ടായിരുന്നു. ഇപ്പോൾ ആ മലയുടെ അടുത്തടുത്താണ് നമ്മൾ വന്നുകൊണ്ടിരിക്കണം. ഈ ഒരു വലിയ മല കണ്ട പൊക്കമുള്ളത്, അതിന് 6812 മീറ്റർ ഹൈറ്റ് ഉണ്ട്. ഇപ്പുറത്തുള്ള ചെറിയ മല അതിന് 6170 മീറ്റർ ഉണ്ട് ഹൈറ്റ്.
നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഒരു പാർക്കഷ്ണത്തിൽ കൊത്തിവെച്ച കുറേ സംഭവങ്ങൾ കണ്ടില്ലേ? അതെന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല. നമ്മുടെ ബിഗ് മാനോട് ചോദിച്ചിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ചോദിച്ചായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അതിന് പറയുന്ന പേര് മണിവാൾ എന്നാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പ്രെയർ ഫ്ലാഗില്ലേ, ഫ്ലാഗ്, അതേപോലെ പ്രെയർ വീല്, അതേപോലെ തന്നെ ഒരു ടിബറ്റൻ പ്രെയർ എഴുതി വെച്ചിട്ടുള്ള പാറക്കഷ്ണങ്ങളാണ്. അതിനിങ്ങനെ ചുറ്റും, അതാണ് സംഭവം. അതിനങ്ങനെ ചുറ്റുമ്പോൾ പ്രെയർ ചൊല്ലി എന്നുള്ളൊരു രീതിയിൽ ആണ് കണക്കാക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വാലിയുടെ പീസ്ഫുള്ള്, ഇവിടുത്തെ മനുഷ്യർ, മൃഗങ്ങൾ, അതിനൊക്കെ നല്ലതിന് വേണ്ടിയിട്ട് ഉള്ളൊരു പ്രെയറാണത്. ഈ ചേട്ടൻ്റെ പുറകെ കിടക്കണ സംഭവം കണ്ട, സോളാർ പാനൽ. ഇതേപോലെ സോളാർ പാനൽ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പക്ഷേ നിങ്ങൾ ഈ ആമസോണിൽ കാണുന്ന സാധനമൊന്നും മേടിക്കരുത്, അത് കൊള്ളൂല. 1500 രൂപ 2000 രൂപയൊക്കെ തരും എന്നൊക്കെ പറഞ്ഞ് ആമസോണിൽ കിടപ്പുണ്ട്. പക്ഷെ അതൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. നല്ല കിടിലൻ സാധനം ഉണ്ടെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് കൊണ്ടുവരിക. അതാണ് നല്ല കാര്യം. ഈ സോളാർ പാനൽ ഉണ്ടെങ്കിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചാർജ് ചെയ്യണ പൈസയൊക്കെ ലാഭിക്കാം. ഓരോ സ്ഥലത്തും മൊബൈൽ ചാർജ് ചെയ്യണത് 250-300. ഇന്ന് നമ്മൾ ഗോരക്ഷേപ്പ് എത്തുമ്പോൾ അവിടെ 500 രൂപയാണ്. അപ്പോൾ ആ പൈസ നമുക്ക് ലാഭിക്കാം. ഈ ഒരു ട്രിപ്പിൽ നമ്മൾ ട്രക്ക് ചെയ്യണ സമയത്ത് നമ്മുടെ പുറത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ട് ചാർജ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാമല്ലോ. അങ്ങനെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാം. ഞാൻ നോക്കിയിട്ട് കിട്ടിയില്ല. ആമസോണിലുള്ളതൊന്നും മേടിക്കേണ്ടതെന്ന് കുറച്ചുപേർ പറഞ്ഞു. അത് നമ്മൾ വിചാരിക്കണമല്ലേ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. ഇതൊക്കെ നല്ല കിടിലം വെയിലാണ്, പക്ഷേ ഒരു തുള്ളി ചൂടില്ല, നല്ല തണുപ്പാ. അതുകൊണ്ടാണ് ഞാൻ ഈ സാധനമൊക്കെ വലിച്ചു വരി കയറ്റിയിട്ടേക്കുന്നത്. ജാക്കറ്റ് ആ കാണുന്ന മലയുടെ മുകളിലോട്ട് എത്തണം നമുക്ക്. അവിടെ സൈഡിൽ കൊക്ക. എന്ത് തണുത്ത കാറ്റടിക്കണം. അതാണ് ഇത്രയും വെയിലുണ്ടെന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഈ ഗ്ലാസ് വെച്ചിട്ടുണ്ടല്ലോ, നമ്മുടെ കണ്ണ് ഭയങ്കരമായിട്ട് മഞ്ഞളിച്ചു, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഈ ഗ്ലാസ് എന്തായാലും ഉപയോഗിക്കണ്ട, കാരണം അമ്മാതിരി വെയിലാണ്. എവറസ്റ്റ് കയറാൻ പോകുന്നവരുടെ ലഗേജാണ് ഈ യാക്കുകൾ കൊണ്ടുപോകണം. ഇത് യാക്കല്ല, ഇത് പശുവും യാക്കും ക്രോസാണ്. നേരെ കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞ അമാഡബിളും കയറാനായിട്ടും ഇതേപോലെ ഒരുപാട് പേര് വരുന്നുണ്ട്. എവറസ്റ്റ് കയറുന്ന പോലെ തന്നെ അമാഡബിളും ആളുകൾ കയറുന്നുണ്ട്. ഇവിടെ നൈസ് ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇതുകൊണ്ട് വെള്ളം വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ജീപ്പിൽ നടന്നു പോകാം. ഇരുമ്പാണ്ടത്, ഇരുമ്പിൻ്റെ പാലം. ഇതികൂടി വെള്ളം വരും. ഞാൻ ദിംബൂച്ച് നമ്മൾ പോകേണ്ട സ്ഥലം ഗൂഗിൾ മാപ്പിലേക്ക് നോക്കുകയാണ്. അപ്പോൾ 7 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ വേറൊരു വഴിയാണ് കാണിക്കണത്. ഞാൻ വിചാരിച്ച് വഴി തെറ്റി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരാൾ വന്നപ്പോൾ ചോദിച്ചു ദിംബൂച്ചക്കുള്ള വഴി ഇത് തന്നെയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ ആളുകളോട് ചോദിച്ചാണ് നമ്മൾ യാത്ര പോണത്. നമ്മളപ്പോൾ നടന്നിങ്ങനെ എത്തിയിരിക്കുന്നത് പാമ്പോച്ചി എന്ന് പറഞ്ഞിട്ട് ചാണകം ചവിട്ടി.
ഇത് വഴി മൊത്തം ചാണകം. പാമ്പോച്ചെന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ്, ഒരു ചെറിയൊരു ഗ്രാമമാണെന്ന് തോന്നുന്നു. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ കണ്ടാ. ഇവിടെ നോക്കുമ്പോൾ നേരെ ആ കാണുന്നത് നമ്മുടെ ലോഡ്ജ് എന്ന് പറഞ്ഞ പർവ്വതം, തൊട്ടപ്പുറത്ത് എവറസ്റ്റും കാണാം. നിങ്ങളിത് കണ്ട ഈ സംഭവം? ഇത് വെള്ളം ചൂടാക്കണതാണ് വെയിലത്ത് വെച്ചിട്ട്, അതിനുള്ളൊരു സംവിധാനം. ഇത് കണ്ട, അതിൻ്റെ ചൂട് വെച്ചിട്ട് ആ മുകളിലിരിക്കണ എനിക്ക് പറഞ്ഞാൽ വെള്ളമോ അല്ലെങ്കിൽ ചായ എന്താണെന്നറിയില്ല, അത് ചൂടാവും. അത് കിള്ളാലോ, അത് കിടിലം പരിപാടി കേട്ടോ. ഇതിൻ്റെ പേര് സോളാർ കുക്കർ എന്നാണ്. ആ ഒരു റൗണ്ട് കണ്ട, അതൊരു കണ്ണാടിയാണ്. നമ്മൾ ഈ പഴയ ലെൻസിൻ്റെ പരിപാടി ഇല്ലേ, ലെൻസ് വെച്ച് കത്തിക്കണ തീ ഉണ്ടാക്കണ സംഭവമില്ലേ, ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ് കേട്ടോ ഇത് ഈ സംഭവം. നമ്മളങ്ങ് നടന്ന് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, റിസ്ക് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. സോളികുംബു ഡിസ്ട്രിക്റ്റ്, നേപ്പാൾ. യു ആർ ഹിയർ, നമ്മൾ നിൽക്കുന്ന സ്ഥലം ഇവിടെ. ഇവാക്വേഷൻ സെൻറ്റർ അപ്പുറത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു കൺഫ്യൂഷൻ ആയിപ്പോയി. ഇവിടെ ഒരു വഴിയുണ്ട്, ഇങ്ങോട്ടൊരു വഴി കിടപ്പുണ്ട്. നമ്മൾ വന്നത് ഇങ്ങോട്ടാണ്. ഇപ്പോൾ ഏതിലെ പോകുമെന്ന് ചോദിക്കാൻ ഒരു മനുഷ്യനില്ലല്ലോ. ആ മോനെ, ഇവിടെ ഒരു ബോർഡുണ്ട്, നാമച്ച ബസാർ ഇങ്ങോട്ട്. എന്താ ഇത്? പാമ്പോച്ചെ 4000 മീറ്റർ. പാമ്പോച്ചെ 4000 മീറ്റർ ആയോ? അപ്പോൾ നമ്മളിപ്പം 4000 മീറ്ററിലോട്ട് എത്തിയിട്ടത് കേട്ടോ. 4000 മീറ്റർ EBC. യെസ്, ഇങ്ങോട്ട് പോകാനാണ് പറയണത്. ഇത് തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇതായിരിക്കും മിക്കവാറും വഴി. പട്ടി കൊടുക്കണ വഴി അങ്ങനെ കൺഫ്യൂസ് അടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ ലഗേജൊക്കെ ആയിട്ട് നമ്മുടെ ടീം തന്നെ. ഇതൊന്നും ഇനി എന്തായാലും വഴിയായിട്ടില്ലല്ലോ, കാരണം ഇവരെന്തായാലും ബേസ് ക്യാമ്പിലോട്ടുള്ള പോക്കാണ്. അപ്പോൾ ഇതാണ് വഴി, കറക്റ്റ് വഴി കിട്ടി. പശുവിനെ കണ്ടിട്ട് പട്ടി കിടന്ന് പറയും. ചെറിയൊരു അരുവി ഒഴുകുന്നുണ്ട്. നമ്മൾ നേരത്തെ പോയ ആ യാക്ക് പശുവൊക്കെ അതിൽ അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്. ഞാൻ അവിടെ കുറച്ച് ഇരിക്കാൻ പോവാം. കുറച്ച് നേരം റെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ കപ്പലിൻ്റെ മിഠായി കൊണ്ടുവന്നല്ലോ, അതൊക്കെ കഴിച്ച് അങ്ങനെ പോവാം. ഞാൻ ആ ഗ്ലാസ് മാറ്റിയിട്ട് ആ മല നോക്കാൻ കൂടി പറ്റണല്ലോ, കണ്ണ് വരുന്നു തിളങ്ങി നിൽക്കുകയാണ്. ഗ്ലാസ് ഉള്ളത് എന്ത് ഉപകാരമാണ്. ഒരാൾ വന്നോക്കെ ഒറ്റക്കടെ പോകണം, എൻ്റെ ആവാശമില്ലേ. കുതിരയാണോ കഴുതയാണെന്ന് മനസ്സിലാവണല്ലോ. കുതിരയെന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ട പ്രയറിൻ്റെ മറ്റേ പാറകൾ നേരെ കാണുന്നതാണ് എവറസ്റ്റ് കേട്ടോ. ഞാൻ ഇന്ന് ശരിക്കും നല്ല ടയേർഡാണ്. നൈസായിട്ട് തലവേന എടുക്കുന്നുണ്ട്. നമ്മുടെ നടപ്പിൻ്റെ സ്പീഡൊക്കെ കുറഞ്ഞു. അതിനിടയ്ക്ക് ഭയങ്കര തണുത്ത കാറ്റിച്ചുകൊണ്ടിരിക്കണേ. ഇന്ന് കുറച്ച് സീനാണെന്ന് തോന്നുന്നു. നമ്മുടെ ആ ലഞ്ച് കഴിക്കുന്ന സ്ഥലം കണ്ട, നല്ല ലോങ്ങാണ്. ഈ എവറസ്റ്റ് മലയുടെ താഴെ കാണാൻ പറ്റണ്ട, ഇവിടെ ഇത് അവിടെയാണ് ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം. നല്ല ലോങ് ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ മേളിൽ എവറസ്റ്റിലെ മൊത്തം പുകയൊക്കെ അടിച്ചിരിക്കുന്നുണ്ട്. എവറസ്റ്റിൻ്റെ അല്ല കിട്ടില്ല വ്യൂ അല്ലേ. ഓ, എന്ത് ഹൈറ്റിലാണ് നിൽക്കണത്. നമ്മളിപ്പോൾ 4000 അതിൻ്റെ ഇരട്ടി ഹൈറ്റ് ഉണ്ട് എവറസ്റ്റ്. താഴത്തു കൂടി നദി ഒഴുകണമൊക്കെ നല്ല പച്ച കളർ വെള്ളം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് കണക്ക് പറയുമ്പോൾ തെറ്റി പോകുന്നുണ്ട്. 4000 അടി എന്നൊക്കെ പറഞ്ഞു. 4000 അടി അല്ല കേട്ടോ, 4000 മീറ്റർ. എവറസ്റ്റിൻ്റെ ഹൈറ്റ് 8000 മീറ്റർ, 8000 സംതിങ്. അത് ടോട്ടൽ 29000 അടി വരും. നമ്മളിപ്പോൾ എത്തിയേക്കണത് 12000 അടിയാണ്. ഇന്ന് നമ്മൾ 4000 മീറ്റർ ക്രോസ് ചെയ്തു ഓൾറെഡി. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ 5000-ലോട്ടൊക്കെ പോകും, 5000 മീറ്ററിലോട്ട് പോകും. ഇപ്പോൾ നമ്മൾ നടക്കണത് ഈ മല ചെത്തിയെടുത്ത ചെറിയ റോട്ടിൽ കൂടി കണ്ട, മലയുടെ സൈഡിൽ കൂടിയാണ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ മരങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നുണ്ട. ഇപ്പോൾ ചെറിയ ചെടികൾ മാത്രമായി വരുന്നു. ഇനി അങ്ങോട്ട് മരങ്ങളുണ്ടാവില്ല. ഫുള്ള് ആ എവറസ്റ്റിൻ്റെ കാണുന്ന പോലെ ഫുള്ള് ഈ പാറകൾ മാത്രമായിരിക്കും. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഓക്സിജൻ്റെ അളവ് കുറയും. അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. ഹെലികോപ്റ്റർ പോകണം. ഇതൊക്കെ താഴത്ത് കൊക്കെയാണ്. ഭയങ്കര കാറ്റടിക്കണോണ്ടേ ഞാൻ ഇതെടുത്ത് ഇങ്ങനെ ഇട്ട് ഇതുണ്ടോ, ഈ ജാക്കറ്റിൻ്റെ സാധനം തലയിലിട്ട്. ഭയങ്കര തണുത്ത കാറ്റാണ്, ഭയങ്കര സീനാണ്. മണ്ണിടിഞ്ഞ് വീണക്കണണ്ട അപ്പുറത്തെ മലയിൽ, പുഴയിലോട്ടൊക്കെ കിണക്കണം. ഇതൊക്കെ കൊക്കെയാണ്. താഴെ പോയാൽ കിടലിനായിരിക്കും. ഇങ്ങനെ ഉണ്ടോ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ പോവാണ്.
നമ്മളെ ദൂരേന്ന് കണ്ട ആ കുറച്ച് വീടുകളില്ലേ, അവിടെ എത്തി. ഇവിടെയാണ് ലഞ്ചുള്ളത്. വലിഞ്ഞേറിയാണ്ട് തന്നെ ഐസ് ഇടിലും പണി കിട്ടിയെന്ന് തോന്നുന്നു. തലവേന എടുക്കുന്നുണ്ട്. നമ്മൾ അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള റെസ്റ്റോറൻറ്റിലെത്തി. ഒരു ഗാർലിക് സൂപ്പ് 1/2 പറഞ്ഞു. 1/2 പറഞ്ഞാൽ മതി. അതായത് ഒരെണ്ണം മേടിച്ചിട്ട് ഹാഫ് ആക്കി 2 പേർക്ക് കഴിക്കാം. അപ്പോൾ പകുതി പൈസ അല്ലേ ഉള്ളൂ. ക്വാണ്ടിറ്റിയും വലിയ കുഴപ്പമില്ല. അപ്പോൾ വെജ് ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്, അതും 1/2 പറഞ്ഞേക്കണേ. ഞാനും ബിരിയാണിയും കൂടി ഷെയർ ചെയ്യും. അപ്പോൾ നല്ല ഹെഡ് പെയിൻ ഉണ്ട്. അപ്പോൾ മറ്റേ സംഭവം വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 78 കുറവാണ്. 78 എന്ന് പറയുന്നത് മറ്റേ ഓക്സിജൻ്റെ അളവല്ലേ? 90 വേണ്ടത്. 90 വേണ്ടടുത്ത് എനിക്ക് 78 ഉള്ളൂ. അപ്പോൾ ഓക്സിജൻ്റെ അളവ് ബ്ലഡിൽ കുറവാണ്. നന്നായിട്ട് വെള്ളം കുടിക്കണം. അതാണ് തലവേദന. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട് നടത്തം തുടങ്ങുകയാണ്. ഇനി 4 കിലോമീറ്റർ ഉണ്ട്. നൈസായിട്ട് AMSO അങ്ങനെ എന്തോ സംഭവമൊക്കെ അടിച്ചിട്ടുണ്ട്. തലവേദന ഉണ്ട്. മാക്സിമം വെള്ളം കുടിക്കുന്നുണ്ട്. അതേ വഴിയുള്ളൂ, വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മുടെ ഇപ്പോൾ 2 സെക്യൂരിറ്റി ഗാർഡൊക്കെ ഉണ്ട് കേട്ടോ. മുമ്പേ പോകണണ്ട, പുറകിൽ ഒരുത്തുന്നുണ്ട്. അവനവിടെ ഇപ്പോൾ ഉണ്ട്. കുറേ നേരമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ നിൽക്കുമ്പോൾ അവനെ നിൽക്കും. എൻ്റെ ഒപ്പം ഇങ്ങ് വരികയാണ്. ഒരാൾ മുമ്പിലും ഒരാൾ പുറകിലുണ്ട്. നമ്മൾ പോണ വഴി നോക്കി ചെറിയൊരു മലയുടെ സൈഡിൽ കൂടി ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യം ശ്രദ്ധിച്ചാൽ മരങ്ങളൊക്കെ തീർന്നു. ഇനി അങ്ങോട്ട് മരങ്ങളുണ്ടാവില്ല. ഇപ്പോൾ ഇത്തിരി കുറ്റിച്ചെടിയൊക്കെ കാണുന്നുണ്ട്. ഇതേ ഇനി കുറച്ചും കൂടി പോകുമ്പോൾ അതും ഉണ്ടാവില്ല. പാറക്കഷ്ണങ്ങൾ മാത്രമായിരിക്കും. അല്ല, വലിയ വലിയ മരങ്ങളില്ലാത്ത മലകൾ മാത്രവും. സെക്യൂരിറ്റി ഗാർഡൊക്കെ പയ്യെ പല വഴി പോകണം. ഇല്ലേ, നമ്മളെ ഒരു 2 മലയുടെ നടുക്ക് കൂടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ ഹെവി കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുത്ത കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഉപയോഗിക്കുന്ന ജാക്കറ്റ് വിൻഡ് പ്രൂഫും കൂടി ആയിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. ഇപ്പോൾ ഇതേപോലെ കാറ്റടിക്കണം കേട്ടോ. അങ്ങനെയാണ് ഈ ന്യൂല അങ്ങാട് മൊത്തം വിൻഡായിരിക്കും. അതും നല്ല തണുത്ത കാറ്റ്. കൈയൊക്കെ മരവിക്കുന്നുണ്ട്. ഈ നട്ടുവെച്ച വെയിലത്ത് 2 മണി തന്നെ ഇപ്പോൾ കൈ മരവിച്ചു വീണ് കണ്ടോ. ഞാൻ വന്നപ്പോൾ അവനോടിയിരുന്നു. ഞാൻ വലിയൊരു പാറയുടെ ഒരു പീസ് കണ്ടേ. അപ്പോൾ അതിൻ്റെ മറയിൽ വന്നിങ്ങ് നിൽക്കുകയാണ്. കാരണം ഭയങ്കര കാറ്റാണ്. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ചെറിയ ചെറിയ വഴികൾ നല്ല രസമുണ്ടല്ലോ. അതുകൊണ്ട് ആ മേഘം വന്ന് കവർ ചെയ്തേക്കണം. മല മൊത്തം വന്ന് മൂടിയേക്കാണ്. ശരിക്കും ഉണ്ടല്ല, രാവിലെ നിങ്ങൾ മാക്സിമം നടന്ന് കവർ ചെയ്യാൻ ശ്രമിക്കണം. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 3 മണിക്ക് ശേഷം ഇതുപോലെ കാറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഇതൊക്കെ ഉണ്ടോ, ഫോഗ് കയറണുണ്ടോ, അപ്പോൾ തണുപ്പ് കൂടും. ഹെവി സീനാണ്. അപ്പോൾ മാക്സിമം ഒരു 3 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്ക് മുമ്പെങ്കിലും നമ്മുടെ ട്രക്ക് അവസാനിപ്പിക്കാൻ നോക്കണം. അയ്യോ, നമ്മുടെ ആശാൻ സെക്യൂരിറ്റി ഗാർഡ് ഫ്രണ്ടിൽ ഇപ്പോൾ ഉണ്ട്. ആ നേരെ മുമ്പിൽ ഇത് കണ്ട, നിങ്ങൾ വിചാരിക്കും മേഘം ഓടുന്നു. മേഘമല്ല, അത് മേഘമാണ്. പക്ഷെ ആ മേഘത്തിൻ്റെ പുറകിൽ എവറസ്റ്റ് ഉണ്ട്. എവറസ്റ്റ് കംപ്ലീറ്റ്. അതായത് ഇത് മൊത്തം ഒരു വലിയ മലയാണ്. മൊത്തം അത് മുഴുവനും മേഘം വന്നങ്ങ് നിറഞ്ഞേക്കാണ്. ആ മലയൊന്നും കാണാൻ കൂടി പറ്റണല്ലോ. ഇവിടെ മുകളിൽ നിന്ന് മല പൊട്ടി വന്നേക്കാണ്ടോ. നമുക്ക് പോകാനുള്ള മല അതാണ്. അതിൻ്റെ സൈഡിലും കുറേ കുട്ടിയൊക്കെ വീണ് കിടപ്പുണ്ട്. ഈ മല താഴത്തോട്ട് ഇറങ്ങും. ആ കാണുന്ന വഴി കൂടി താഴത്തോട്ട് ഇറങ്ങി നേരെ അങ്ങോട്ട് കയറണം. അതാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. മുകളിൽ എവറസ്റ്റ് ഉണ്ട്, കാണാൻ പറ്റില്ല. ഇവിടെ ഒരു ബോർഡുണ്ട്. ഇതുണ്ടോ, 4140 മീറ്റർ ഹൈറ്റിലോട്ട് എത്തി നമ്മൾ. എൻ്റെ അമ്മ, EBCക്ക് നേരെ അങ്ങോട്ടാണ്. ആ ദൂരെ ഒരു മല കണ്ട, ആ മലയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അതിലൊരു വഴി കാണാൻ പറ്റുന്നുണ്ട് കണ്ട, അങ്ങോട്ടാണ് നമുക്ക് എത്തേണ്ടത്.
നമ്മൾ പോണ വഴിയൊക്കെ മല ഇടിഞ്ഞ് വീണിട്ട് വേണ്ട തൊട്ടിപ്പുറത്ത് നോക്കി അവിടെ ഇടിഞ്ഞ് വീണ് ഇങ്ങനെ കിടക്കണമൊക്കെ. കോട കയറി വരുന്നുണ്ട്, ഹെവി തണുപ്പ് വരുന്നുണ്ട്. വേണ്ട അതൊക്കെ മണ്ണിടിഞ്ഞ് വീണാണ്. നമ്മൾ നടന്നു പോണ വഴിയിലും ഇത് തന്നെ അവസ്ഥ. ഞാനിനി വീഡിയോ എടുക്കണില്ല കേട്ടോ, ഞാനിനി നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ട് ഞാൻ എടുക്കുന്നുള്ളൂ. കാരണം ഒട്ടും വയ്യ, തലവേദനയൊക്കെ എടുത്തിട്ട് വെട്ടിപ്പൊളിയാണ്. AMSൻ്റെ ആണ്. ഓക്സിജൻ ലെവൽ കുറവാണല്ലോ, അപ്പോൾ ബ്ലഡിൽ ഓക്സിജൻ്റെ അളവ് കുറവാണെന്ന് നേരത്തെ ഉച്ചയ്ക്ക് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് സ്ഥലത്ത് എത്താണ്ട് വേറൊരു രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണല്ലോ, പറ്റണല്ലോ. ഓക്കെ, അപ്പോൾ അടുത്ത നമ്മൾ നമ്മുടെ റൂമിലെത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നല്ലേ. അങ്ങനെ നമ്മൾ ദിംബൂച്ച എത്തി, ഇവിടെ റൂം എടുത്തു. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞു രാത്രി. ഭക്ഷണം കഴിച്ചു. വെജ് പിസ്സ ഉണ്ടായിരുന്നു, അത് ഓർഡർ ചെയ്ത് അത് കഴിച്ചു. ഇപ്പോൾ റൂമിൽ വന്നേക്കാണ്. ഇനി കിടന്ന് ഉറങ്ങണം. ചൂടുവെള്ളം മേടിച്ചു ഒരു ഫ്ലാസ്കിൽ, ഇതായിരിക്കണം ഫ്ലാസ്കിൽ 300 രൂപ. ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്ത് കുടിക്കല്ലോ. അപ്പോൾ ഇന്ന് ശരിക്കും ഭയങ്കരമായിട്ട് ടയർഡായിപ്പോയി. ടയർഡ് മീൻസ് ആ ഹെഡ് പെയിൻ വന്നിട്ടേ നമുക്ക് AMS അടിച്ചതാണ്. ഹൈറ്റിലോട്ട് കയറിയല്ലോ. ഞാൻ മറ്റേ ഡൈമോക്സി AMSൻ്റെ ഒരു ഗുളിക കഴിക്കാൻ വിട്ടുപോയതാണ്, മറന്നുപോയി. അത് ശരിക്കും ഓരോ ഡോസ് വെച്ച് കഴിക്കണം. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ കഴിച്ചിട്ടുണ്ട് ഒരെണ്ണം. അതിൻ്റെ എഫക്റ്റ് പക്ഷേ നാളത്തേക്ക് കിട്ടുള്ളൂ. AMS വരുമ്പോഴല്ല ഗുളിക കഴിക്കേണ്ടത്, അതിന് മുമ്പേ കഴിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മളിത് കഴിക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിൻ്റെ ഒരു നൈസ് പണി കിട്ടി. ഇനിയിപ്പോൾ നാളെ നമ്മൾ ശരിക്കും ദിംബൂച്ച ഇവിടെ ഒരു റെസ്റ്റ് ഡേ ഉണ്ടായിരുന്നതാണ്, അപ്പോൾ അത് കട്ട് ചെയ്തു. അതിന് പകരം നമ്മൾ ലിംബോച്ചയ്ക്ക് പോവാണ്. നമ്മൾ യാത്ര കണ്ടിന്യൂ ആണ്, റെസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ഇന്ന് ഡൈമോക്സി ഗുളിക കഴിച്ചിട്ടുണ്ട്. നാളെ 4900 മീറ്റർ ഹൈറ്റിലോട്ടാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് 4400 മീറ്റർ ഹൈറ്റിലാണ്. മറ്റന്നാളെന്ന് പറഞ്ഞാൽ 5000 നമ്മൾ കയറും, ഗൊരോപ്ഷേപ്പ് എന്ന സ്ഥലത്തെത്തും. അപ്പോൾ എന്തായാലും ഈ ഡൈമോക്സി ഗുളിക ഉറപ്പായിട്ടും കഴിക്കണം, അല്ലെങ്കിൽ പണി പാളും. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടിയൊക്കെ അവസാനിച്ചു. ആ തലവേദന ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു. ഇനിയിപ്പോൾ നൈസായിട്ട് കിടന്ന് ഉറങ്ങണം. നാളെ രാവിലെ അടുത്ത സ്ഥലത്തോട്ട് പോകണം. ഓക്കെ അല്ലേ, ടാറ്റ പറയട്ടെ. ബൈ. ചെറുതായിട്ട് പനിയും ഇതൊക്കെ അടിച്ച് എന്തായാലും കിടിലൻ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം ബാക്കി കാഴ്ചകൾ.